വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലെ നേതൃത്വത്തോടുള്ള അതൃപ്തികളും പാർട്ടി വിരുദ്ധമായ സമീപനങ്ങളും കാരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കർശന നിരീക്ഷണത്തിലാണ്. കേന്ദ്ര ബി.ജെ.പി. സർക്കാരിന്റെ വികസനത്തെയും നയങ്ങളെയും പിന്തുണച്ചും പാർട്ടി നേതൃത്വത്തിനെതിരെ പരോക്ഷമായി വിമർശനം ഉന്നയിച്ചുമുള്ള തരൂരിന്റെ തുടർച്ചയായ നീക്കങ്ങൾ കോൺഗ്രസിനെ കടുത്ത ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ്. പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്ന ഒരു മുതിർന്ന നേതാവിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലാണുള്ളത്. 2009 കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് മുതൽ ശശി തരൂർ ഒരു പരമ്പരാഗത കോൺഗ്രസ് നേതാവായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പരിചയവും ബുദ്ധിപരമായ നിലപാടുകളും ആഗോളതലത്തിലുള്ള കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകിയെങ്കിലും കോൺഗ്രസിന്റെ പരമ്പരാഗത രീതികളുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ തരൂർ തുറന്നു പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ നിലവിലെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്നു. 16 വർഷമായി കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. പാർട്ടി വിടാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയിൽ ചിലർ ആവശ്യപ്പെട്ട് കാണും. നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ പറയാൻ ധൈര്യമില്ല. നേതൃപരമായ പദവികളൊന്നും തന്നിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും തനിക്ക് വേണ്ടത്ര പ്രാധാന്യമോ നേതൃത്വപരമോ പദവികളോ ലഭിച്ചിട്ടില്ല എന്ന ഉൾപാർട്ടി അവഗണനയുടെ വികാരമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. പാർട്ടി നേതൃത്വത്തോടുള്ള ഈ അവിശ്വാസം അദ്ദേഹത്തിന്റെ വിമത നിലപാടുകൾക്ക് ആക്കം കൂട്ടുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും അതിനെതിരെ ഉണ്ടായ നീക്കങ്ങളും ഈ വികാരം വർദ്ധിപ്പിക്കാൻ കാരണമായി. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരെ തരൂർ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പരോക്ഷമായെങ്കിലും ഗാന്ധി കുടുംബത്തിനെതിരെയുള്ള വിമർശനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലെ പരമ്പരാഗതമായ അധികാര ഘടനയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മാറ്റത്തിന്റെ വാക്താവായി സ്വയം അവതരിപ്പിക്കാൻ തരൂർ ശ്രമിക്കുന്നു. തരൂരിനെ നിരീക്ഷണത്തിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച പ്രധാന കാരണം അദ്ദേഹത്തിന്റെ മോദി സ്തുതിയും ബി.ജെ.പി. സർക്കാരിന്റെ നയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അനുകൂല നിലപാടുകളുമാണ്. കേന്ദ്ര ബി.ജെ.പി. സർക്കാരിന്റെ വികസനത്തെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തിയ സാഹചര്യം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ദേശീയ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടേണ്ടതിന് പകരം അദ്ദേഹം സർക്കാരിന്റെ നല്ല വശങ്ങളെ പുകഴ്ത്തുന്നത് പാർട്ടിയുടെ പ്രതിരോധ തന്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്നു. ബി.ജെ.പിയിലെ എല്ലാവരും വർഗീയവാദികളല്ല. ഈ പ്രസ്താവന ബി.ജെ.പി. ഒരു വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് യോഗത്തിൽ നിന്നും തരൂർ വിട്ടുനിന്നത് നേതൃത്വത്തിന് അതൃപ്തിയുണ്ടാക്കി. അമ്മയ്ക്കൊപ്പം ആയതിനാലാണ് വിട്ടുനിന്നതെന്ന അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ വിശദീകരണം ഒരു ഭാഗത്ത്. എന്നാൽ മുമ്പ് SIR വിഷയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അനാരോഗ്യം കാരണം വിട്ടുനിന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ നടപടികളിൽ ഇരട്ടത്താപ്പായി വിമർശിക്കപ്പെട്ടു. ഇത് പാർട്ടി കാര്യങ്ങളെക്കാൾ തന്റെ വ്യക്തിപരമായ അജണ്ടയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് എന്നതിന്റെ സൂചനയായി കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. പാർലമെന്റ് സമ്മേളനത്തിലെ തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള കോൺഗ്രസ് തീരുമാനം അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും പാർട്ടി വിരുദ്ധമായ പ്രസ്താവനകൾ നടത്താൻ ഉടൻ പ്രതിരോധം തീർക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഈ നിരീക്ഷണം ഒരു പുകച്ച് പുറത്തു ചാടിക്കൽ തന്ത്രത്തിന്റെ ഭാഗമായി മാറിയേക്കാം. തരൂരിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒരു ഇരട്ട പ്രതിസന്ധിയിലാണുള്ളത്. തരൂരിനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം ഹൈക്കമാൻഡിനില്ലെന്ന വിലയിരുത്തലും ശക്തമാണ്. ഇതിന് കാരണം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും തരൂരിന്റെ വലിയ വ്യക്തിഗത പ്രശസ്തിയാണ്. അതിനെതിരെ നടപടിയെടുത്താൽ അത് പാർട്ടിക്ക് ദേശീയ തലത്തിൽ തിരിച്ചടിയാകാനും വലിയ മാധ്യമശ്രദ്ധ നേടാനും ഇടയുണ്ട്. തരൂർ കോൺഗ്രസിനുള്ളിലെ അക്കാദമിക മുഖമാണ്. അദ്ദേഹത്തിനെ പുറത്താക്കുന്നത് കോൺഗ്രസിന്റെ ഭൗതിക പ്രതിച്ഛായയെ ബാധിക്കും. തരൂർ പാർട്ടി വിട്ട് പോട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നൊരു വിലയിരുത്തലുമുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് ഒരു രക്തസാക്ഷി പരിവേഷം നൽകുന്നതിലും നല്ലത് സ്വയം ഒഴിഞ്ഞു പോകാൻ അനുവദിക്കുന്നതാണെന്ന തന്ത്രം ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നതായി സൂചനകളുമുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ശശി തരൂർ മോദിയെ പുകഴ്ത്തുന്നതും PM ശ്രീയിൽ ഒപ്പിടണമെന്നുമെല്ലാം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞ് പാർട്ടി ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാൻ ശ്രമിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പാർട്ടി നടത്തിയ കഠിനാധ്വാനവും തോൽപ്പിക്കാൻ മോദിയും BJP നടത്തിയ പ്രവർത്തനങ്ങളും തരൂർ ഓർക്കണമെന്ന വേണുഗോപാലിന്റെ ഓർമ്മപ്പെടുത്തൽ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. നിലവിൽ തരൂരിന്റെ രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. പാർലമെന്റ് വിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പാർട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയട്ടെ എന്ന അദ്ദേഹത്തിന്റെ മറുപടി തന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. പാർട്ടിക്കുള്ളിൽ തനിക്ക് ലഭിക്കേണ്ട പരിഗണന ലഭിച്ചാൽ അദ്ദേഹം കോൺഗ്രസിൽ തുടരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് വിടുകയാണെങ്കിൽ അദ്ദേഹം BJPയിൽ ചേരുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്.
എന്നാൽ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ BJP നേതൃത്വത്തെ സംബന്ധിച്ച് ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. സ്വതന്ത്രമായി നിൽക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ശശി തരൂരിന്റെ നിലവിലെ നീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആദർശപരമായ ഭിന്നതകളെയാണ് സൂചിപ്പിക്കുന്നത്. പാർട്ടി വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ ഹൈക്കമാൻഡിന്റെ ഭാഗമായി തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്നും അതേസമയം പാർട്ടിയുടെ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും തരൂർ സൂചന നൽകുന്നു. പാർലമെന്റ് സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ അടുത്ത അധ്യായം എഴുതും. കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയാൽ അത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ രക്തസാക്ഷി പരിവേഷം നൽകാനും ദേശീയ തലത്തിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിയൊരുക്കാനുമുള്ള സാധ്യതയുണ്ട്.